ഈ സ്റ്റെയറിന്റെ ഹാൻഡിൽ മുഴുവനായിട്ട് ഇമ്പോർട്ടഡ് ചെയ്തതാണ്. അതിനുശേഷമാണ് ഇവിടെ ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. എന്താ ഭംഗിയില്ലേ? ഇതുപോലൊരു സിറ്റിംഗ് നമുക്ക് വേണമെന്ന് തോന്നും. സ്റ്റെപ്പുകൾ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ സ്റ്റെപ്പ് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. ക്ലാസിക് ഡിസൈനിൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള റൂമുകൾ ഉണ്ടോ എന്നാണ്. ഇതുപോലുള്ള ഒരുപാട് ഫീച്ചറുകൾ ഈ ഒരു കിച്ചണിൽ നമുക്ക് കാണാൻ പറ്റും. ഡൈനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിച്ച് ഫീല് മനസ്സിലാക്കാൻ പറ്റും. എല്ലാം ഇമ്പോർട്ടഡ് ചെയ്തിരിക്കുന്ന ഫർണിച്ചറുകളാണ്. ഇതിനകത്ത് 1000-ഓളം ലൈറ്റുകൾ, ക്രിസ്റ്റലുകൾ വരുന്നുണ്ട്. ഇതിങ്ങനെ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അതന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. റിനോവേറ്റ് ചെയ്ത് ഒരു അറബിക് സ്റ്റൈലിലേക്ക് ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ട് കുറെ ഭാഗം. ഹായ് ഫ്രണ്ട്സ്, വീടുകളിൽ സ്റ്റെയറുകൾ നിങ്ങൾ സാധാരണ രീതിയിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ലക്ഷറി സ്റ്റെയർ ആണ്. അതും സാധാരണ രീതിയിൽ നിർമ്മിക്കുന്ന പോലല്ല. ഈ കാണുന്ന സ്റ്റെയർ വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഓരോ പീസുകളായിട്ട് കൊണ്ടുവച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് കൊടുത്തിരിക്കുന്ന ഓരോ എലമെൻറ്റും സെപ്പറേറ്റ് പീസുകളായിട്ട് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ വന്ന് ഫിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മോട്ടീഫ് ആർട്ടിസ്റ്റ് ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. വീടുപണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നറിയാം. സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്കൽ. ഈ ഒരു ഗ്രാൻഡ് ഡോർ ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ലക്ഷറി ആയിട്ടുള്ള ഒരു ഫീലോട് കൂടിയ മെയിൻ ഹാൾ. ഇത്രയും വലിയൊരു ഹാളിനെ ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലിക്കേറ്റഡ് തന്നെയാണ്. എന്നാൽ ഡിസൈനർ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു സ്റ്റെയറിനെ ഒരു സൈഡിലേക്ക് പ്ലേസ് ചെയ്തു. അതിലേക്കുള്ള ആ ഒരു ക്ലാസിക് ടച്ചുള്ള പാറ്റേണുകളെല്ലാം കൊണ്ടുവന്നപ്പോൾ ഈ ഒരു ഹാള് ആ ഒരു ലക്ഷറിയിലേക്ക് വന്നു. അതുമാത്രമല്ല, ഇതുപോലെ മെയിൻ ഡോറുകൾ എൻ്റർ ചെയ്ത് വരുമ്പോൾ കാണുന്ന ആൾക്ക് ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ ആ ഒരു സീലിംഗിൽ നിന്ന് തന്നെ തുടങ്ങണം. ഈ ഒരു മെയിൻ ഹാളിലെ സീലിങ്ങിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് അത്ഭുതപ്പെടാം. അതിൻ്റെ ഒരു റിച്ച് ലുക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസിക് ടച്ച്, ഷാൻഡലിയർ മുതൽ താഴേക്ക് വരുമ്പോൾ ഓരോ ലൈറ്റുകളിലും അത് നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് നിങ്ങളെല്ലാവരും ശ്രദ്ധ വന്നിരിക്കുന്ന ഈ സ്റ്റെയറിലാണ്. ഇതൊക്കെ കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള പാറ്റേൺ വുഡിൽ വന്നിരിക്കുകയാണ്. ഈ കാണുന്ന സ്റ്റെയറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഈ സ്റ്റെയറിൻ്റെ ഹാൻഡിൽ മുഴുവനായിട്ട് ഇമ്പോർട്ടഡ് ചെയ്തതാണ്. അതിനുശേഷമാണ് ഇവിടെ ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഹാളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഫ്ലോറൽ മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇറ്റാലിയൻ മാർബിൾ ആണ്. അതേ ഒരു പാറ്റേണിൽ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് വാൾ ഡിസൈൻസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ഗോൾഡ് എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഒരു ഗോൾഡൻ ഡിസൈൻ ആണ് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഒരു സ്റ്റെയറിന് താഴെ അടിപൊളിയായിട്ടുള്ള ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഇതുപോലെ ക്ലാസിക്കിൽ നമുക്ക് കാണാൻ പറ്റാത്തതാണ്. എന്നിരുന്നാലും നമുക്ക് എൻ്റർ ചെയ്യുന്ന ആൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടെ കൊടുക്കുന്ന രീതിയിലാണ്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഫയർ വർക്കൊക്കെ വരുന്ന രീതിയിൽ ഒരു എലമെൻറ്റ് കൊടുത്തു. ഒരു കൺസോൾ യൂണിറ്റ് ആണ്. ഇതാ സ്റ്റെയറിലേക്ക് കയറണം എന്നല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്റ്റെയറിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ 1-2 കാര്യങ്ങളുണ്ട്. ഈ ഒരു എൻട്രി ഏരിയയിൽ തന്നെ നമുക്കൊരു സൈഡിലേക്ക് മാറിയിട്ട് വാഷ് കൗണ്ടർ കാണാം. അതിനടുത്തൊരു ടോയ്ലറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ ഒരു പ്രെയർ ഹാളും അതിനെ ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. ഇതാ സ്റ്റെയറിലേക്ക് കയറുമ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫ്ലോറിംഗ് ഐഡിയ ആണ്. ഒനിക്സ് മാർബിൾ ബ്ലൂ കളറിലാട്ടോ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു കളർ ടോണും അതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഓരോ സ്റ്റെപ്പിലും ഈ ഒരു ലൈറ്റിങ് നമുക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. ഞാനിവിടെ ഇരുന്ന് പോയി ഇതിൻ്റെ ഒരു ഭംഗിയിൽ. നമുക്കറിയാം സ്റ്റെപ്പുകൾ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ സ്റ്റെപ്പ് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. ഈ സ്റ്റെപ്പ് വേറെ ലെവലാണെന്ന് പറയണം. ഇതിലങ്ങ് കയറിപ്പോകും ആൾക്കാർക്ക്. ഇനിയിപ്പോൾ ഹാൻഡ് റെയിൽ അതിലേക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പാറ്റേണുകൾ വന്നിട്ടുണ്ട്. പാറ്റേണിലൊക്കെ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ക്ലാസിക് വർക്കുകളിൽ പാറ്റേൺ, ഹാൻഡ് റെയിലൊരു പാറ്റേൺ, അതുപോലെ വാളിൽ വേറെ പാറ്റേൺ, അങ്ങനെ വരില്ല. എല്ലാം മാച്ച് ചെയ്ത് തന്നെ ചെയ്യണം. അതിവിടെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.
ക്ലാസിക് വീടുകൾക്ക് ഏറ്റവും ആപ്റ്റ് ആവുന്ന രീതിയിൽ ഒരു മജ്ലിസ് തന്നെയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഒരു മോഡേൺ സ്റ്റൈലിലുള്ള ഒരു ഡോർ, സ്ലൈഡിങ് ഡോർ ആണെങ്കിൽ കൂടി അതിൽ ക്ലാസിക് പാറ്റേണുകൾ അല്ലെങ്കിൽ ക്ലാസിക് ഐഡിയ കളേഴ്സും കൂടെ വന്നപ്പോൾ അടിപൊളിയായി. നേരെ അകത്തേക്ക് കയറിയാൽ നമുക്ക് കാണാൻ പറ്റും എന്താ ഭംഗിയില്ലേ. ഇതുപോലൊരു സിറ്റിങ് നമുക്ക് വേണമെന്ന് തോന്നും. അടിപൊളി വാട്ടർ ഫീച്ചർ എന്ന് പറയുന്നത് ഇതുപോലെ ഏരിയയിൽ ഒരിക്കലും നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല. അതിനനുസരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് കിട്ടും ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സിറ്റിങ്ങോ ആ ഒരു ആംബിയൻസ് വേണ്ടേ. എന്താ അല്ലേ കൊടുത്തിരിക്കുന്ന സോഫകൾ. ഇതെല്ലാം ഇവിടെ ഇതുപോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾ കരുതും ഇതെല്ലാം ഇമ്പോർട്ടഡ് ആണ്. ഒരു 4+4 അങ്ങനെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അടിപൊളി കുഷ്യൻസ്, അതുപോലെ തന്നെ കേർട്ടൻസ് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇമ്പോർട്ടഡ് കേർട്ടൻസ് ആണ്. അതിലും അതിൻ്റെ ക്വാളിറ്റി എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈവൻ നമ്മുടെ ഈ സോഫയുടെ ഫാബ്രിക്കിൽ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഓരോ ഡീറ്റെയിലും ഇതുപോലെ മാച്ച് ചെയ്തിട്ട് തന്നെയുള്ള ഫർണിച്ചറുകളാണ് കൊടുത്ത്. ഈ സെൻറ്റർ ടേബിൾ കണ്ടില്ലേ, ഈ ഗ്ലാസിനകത്ത് വരെ അതേ ഒരു പാറ്റേൺ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈലൈറ്റ്. ഈ സീലിങ്ങിലേക്ക് വരികയാണെങ്കിലോ ഓരോ മോൾഡിങ്സും പാറ്റേൺസും കാർവിങ്സും എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെ. ഈ കാണുന്ന ലിവിങ് ഏരിയ അല്ല മജ്ലിസ് അടിപൊളി തന്നെയല്ലേ നിങ്ങൾ പറ. ലിവിങ്ങിൽ നിന്ന് നേരെ എൻ്റർ ചെയ്യുന്നതാ ഈ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് റിച്ച് ഫീല് മനസ്സിലാക്കാൻ പറ്റും. എല്ലാം ഇമ്പോർട്ടഡ് ചെയ്തിരിക്കുന്ന ഫർണിച്ചറുകളാണ്. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്ത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഫർണിച്ചർ നമ്മുടെ വീടുകളിലേക്കൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. അങ്ങനെ ചെയ്തു തരുന്ന ഒരു ടീമും കൂടിയാണ് മോട്ടീഫ് ആർക്കിടെക്ട്സ്. നിങ്ങളുടെ വീട് ഏത് രീതിയിൽ ഡിസൈൻ ചെയ്താലും അതിലേക്കുള്ള ഫർണിച്ചറുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അടിപൊളി എലിവേറ്റർ കണ്ടില്ലേ. ഈ ഒരു എലിവേറ്റർ ഇതിൻ്റെ 3ാം നിലയിൽ വരെ നമുക്ക് എത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ മൊത്തം ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ദാ ഇവിടെ ഒരു സിറ്റിംഗ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡൈനിങ് സ്പേസിൽ എക്സ്ട്രാ വരുന്ന ഒരു ഏരിയ ആണ്. ഞാൻ നേരത്തെ കേർട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരാളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മളെ നാട്ടിലും കേർട്ടൻ്റെ ഒക്കെ കിട്ടുമെന്ന്. ഇതാ ഇമ്പോർട്ട് ചെയ്താൽ അതിൻ്റെ ഒരു ക്ലോത്തിൻ്റെ ഫാബ്രിക് ക്വാളിറ്റി നമുക്ക് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഓരോ ഡീറ്റെയിലും അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഒരു എന്താ പറയുക ലെയറുകൾ വരെ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും വലിയൊരു വീടാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് റിനോവേഷൻ ചെയ്ത വീടാണ് എന്നുള്ളത്. അപ്പോൾ ഡോറുകൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഡോറുകളിൽ ചേഞ്ചുകൾ കൂടുതൽ വന്നിട്ടില്ല. ഡോറിൽ അഡീഷണൽ പാറ്റേണുകൾ ആഡ് ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതുപോലെ ക്ലാസിക് ആയിട്ടുള്ള ഒരു വീടാണെങ്കിൽ കൂടി കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു മോഡേൺ ടച്ച് വേണ്ടേ. ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന പുതിയ ഏരിയ ആണ്. അതുകൊണ്ട് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ മോഡേൺ കിച്ചൺ ചെയ്തിട്ടുണ്ട്. അടിപൊളി എന്ന് പറയുമ്പോൾ വിശാലമായിട്ടുള്ള കിച്ചൺ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിനകത്ത് ശ്രദ്ധിച്ച് പറയേണ്ടത് ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് പല ആക്സസറീസും പല യൂണിറ്റുകളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് എവിടെ കിട്ടും എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. നിങ്ങൾക്ക് കൂടുതൽ ഇതുപോലുള്ള വീടുകളൊക്കെ ലക്ഷറി ടൈപ്പിൽ ഉണ്ടാക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വലിയ കിച്ചണിൽ സെൻറ്ററിൽ തന്നെ ഒരു ഐലൻഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഐലൻഡ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് യൂണിറ്റും അതുപോലെ തന്നെ കുക്കിംഗ് സ്പേസും ആയിട്ടാണ് നിൽക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു കിച്ചണിൽ ഉണ്ടാകുന്ന കുക്കിംഗ് സ്പേസ് പോലെയല്ല, ഇതിനകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ആക്സസറീസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇൻഡക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതുപോലെ ഒരു കിച്ചണിൽ നമ്മൾ സാധാരണ ചിമ്മിനി അല്ലെങ്കിൽ ഹുബ് ആൻഡ് ഹോഡ് സിസ്റ്റം ഒന്നും കാണുന്നില്ലല്ലോ അത്. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മോഡേൺ ടെക്നോളജിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇതിനകത്തെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇമ്പോർട്ടഡ് ആക്സസറീസ് എത്രത്തോളം നമ്മുടെ വീടുകളിലേക്ക് ഇനി ഭാവിയിൽ കാണാൻ പറ്റും എന്നുള്ളത്. ഇതുപോലുള്ള ഒരുപാട് ഫീച്ചറുകൾ ഈ ഒരു കിച്ചണിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഹുബ് ആൻഡ് ഹുഡ് ഇതുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. മാക്സിമം ഇവിടെയുള്ള പുകയും സ്മെല്ലും ഒക്കെ ഇത് വലിച്ചെടുത്തോളും. ഈ രീതിയിലാണ് ഏറ്റവും ടെക്നോളജി ഇതുവരെ എത്തിയിട്ടുള്ളൂ എന്ന് പറയണം. അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ മൊത്തം നമുക്ക് കാണാൻ പറ്റും ഒരു വൈറ്റ് തീമിലേക്കാണ് കിച്ചൺ വന്നിരിക്കുന്നത്. സീലിങ്ങിലെ ഡിസൈനുകളാണെങ്കിലും POPയിലും ഗോൾഡൻ ടച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ ഫ്ലോറിലേക്ക് അതിന് മാച്ച് ചെയ്യുന്ന ഇറ്റാലിയൻ മാർബിൾ കൊടുത്തു. ഇനി ഇതുപോലുള്ള കൗണ്ടറുകളൊക്കെ ഒരു ഐവറി കളറുള്ള കൗണ്ടർ ടോപ്പ് കൊടുത്തു. അതുപോലെ തന്നെ വൈറ്റ് ഡോറുകൾ കാണാൻ പറ്റും. WPC അതുപോലെ നല്ല പ്രൊഫൈൽ ഹാൻഡിലുകൾ ഗോൾഡൻ കളർ തീമിൽ. ആ ഒരു കിച്ചൻ്റെ ഒരു റിച്ച് ഫീൽ കിട്ടാൻ എന്തൊക്കെ കൊടുക്കണം എല്ലാം ചെയ്തു. ഇവിടെ അഡീഷണൽ കാണാൻ പറ്റും വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ആക്സസറീസ്. ഇതുപോലെ ഗ്ലാസ്സിൽ ഷട്ടർ വരുന്നത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അതുപോലെ വീട്ടുകാരികൾക്കൊക്കെ ഓരോ
ഓരോ കാര്യങ്ങളും മേലെ കയറിയൊക്കെ എടുക്കുക എന്നുള്ളത് കോംപ്ലിക്കേറ്റഡ് അതാണ്. അതിന് ഇത് ഏറ്റവും നല്ല ടെക്നോളജിയിൽ ഓട്ടോമേഷനിൽ ഇതാ പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അതെല്ലാം ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഇവരെ തന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഇതാ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചണിൽ സ്റ്റോറേജ് മാക്സിമം കൊടുത്തിട്ടുണ്ട്. എന്നാലും അഡീഷണൽ ആയിട്ട് ഇതാ ഒരു ടോൾ യൂണിറ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്റ്റോറേജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയല്ലേ. ഓരോ വീടിനും ഓരോ സ്റ്റൈലുകളാണ്. അപ്പോൾ അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണം കൊടുക്കാൻ. ഇവിടെ എക്സ്ട്രാ സ്പേസിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സ്റ്റോറേജുകൾ വേണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളും ഇതുപോലുള്ള ആക്സസറീസും കൊടുക്കാൻ പറ്റും. ആവശ്യമുള്ളപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ താഴേക്ക് വരും. അതുപോലെ തന്നെ അകത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കാണില്ല. ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കിച്ചൻ്റെ മറ്റൊരു ഭാഗത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. സിങ്ക് ഏരിയ ഇവിടെയാണ് വന്നിരിക്കുന്നത്. മൾട്ടിപർപ്പസ് ആയിട്ടുള്ള സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എലിവേറ്റർ. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നേരെ കിച്ചണിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഡൈനിങ് സ്പേസിലേക്ക് ക്രോസ് ചെയ്ത് പോകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫ് കാണാൻ പറ്റും. ഗോൾഡൻ കളർ തീമിൽ തന്നെയാണ് ഇതിൻ്റെ ഓരോ ആക്സസറീസും നൽകിയിട്ടുള്ളത്. ഒരു കിച്ചൺ ആകുമ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും വേണം. അത് തന്നെയാണ് എല്ലാവരും പറയാറുള്ളത്. എക്സ്ട്രാ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിൽ ഭംഗിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, PVD കോട്ടിങ്ങിലാണ് ഈ ഒരു ഭാഗങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ലാമിനേറ്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതൊന്നും ടൈലല്ല കൊടുത്തിരിക്കുന്നത്, ഫ്രൂട്ടഡ് ലാമിനേറ്റ്സ് ആണ് ഈ വരുന്ന കോളം ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. ഡിസൈനർ അതിന് ഭംഗിയായിട്ടൊരു നീഷ് ഡിസൈനൊക്കെ കൊടുത്തിട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കിച്ചണിൽ വരുന്ന വോൾ ഡിസൈനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതൊന്നും ടൈലുകളല്ല, ലാമിനേറ്റ്സ് ആണ്. UV മാർബിൾ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതാ ഇവിടെയൊക്കെ കിച്ചണിൽ ടൈൽ പോർഷൻ കവർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ പാൻട്രി ഏരിയ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാക്സിമം സ്റ്റോറേജ് പാൻട്രി ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ എക്സ്ട്രാ ഷെൽഫുകൾ, എക്സ്ട്രാ ക്രോക്കറി ഏരിയകൾ, എക്സ്ട്രാ വാളുകളെല്ലാം ഡിസൈൻ ചെയ്തു. ഒരു റിച്ച് ഫീലുള്ള സിമ്പിൾ കിച്ചൺ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ഏരിയ ഉണ്ട്, അതിനെ വെറുതെ അലങ്കോലമാക്കാതെ ഏറ്റവും നല്ല രീതിയിൽ പ്ലേസ് ചെയ്ത ഒരു കിച്ചൺ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ കാഴ്ചകൾക്ക് ഒരു കുറവുമില്ല. വലിയൊരു ഹാളിനെ എത്രത്തോളം ഭംഗിയാക്കും എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ കാണുന്ന ഈ ഒരു കാഴ്ച. ഏറ്റവും നല്ല രീതിയിൽ ഒരു ആംബിയൻസ്, ഒരു ക്ലാസിക് മോഡേൺ സ്റ്റൈലിൽ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു വീട്ടിൽ തന്നെയാണ് നമ്മളുള്ളത്. ഇതിൻ്റെ ഹാൻഡ് റെയിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് മോൾഡിങ് ഡിസൈന്, സീലിങ്ങിലെ നല്ലൊരു പാറ്റേൺ, അടിപൊളിയായിട്ടുള്ള ലൈറ്റുകൾ. ഇതിനകത്ത് 1000-ഓളം ലൈറ്റുകൾ, ക്രിസ്റ്റലുകൾ വരുന്നുണ്ട്. ഇതിങ്ങനെ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഭംഗിയായിട്ട് പ്ലേസ് ചെയ്ത ഒരു ലൈറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ആംബിയൻസ് വേറെ തന്നെയാണ്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ അഡീഷണൽ ചെറിയ ഒരുപാട് ലൈറ്റുകളും ഇതുപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഹാളാണ്. ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ ഹാളിൽ നിന്ന് തന്നെയാണ് ഈ ഒരു എലിവേറ്ററിലേക്കുള്ള ആക്സസും വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമാണുള്ളത്. മാസ്റ്റർ റൂമിലേക്കാണ് നമ്മൾ കയറുന്നത്. ഡോറുകളെല്ലാം നേരത്തെ പറഞ്ഞ പോലെ റീപ്ലേസ് ചെയ്തിട്ടില്ല, സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, മോൾഡിങ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതാ സിമ്പിളായിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം. സിമ്പിൾ എന്ന് പറയാം, ഇതുപോലുള്ള സിമ്പിൾ സ്പേസ് ആണ്. ഇതിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ക്ലാസിക് ഫർണിച്ചേഴ്സ് ആണ്. സീലിംഗിൽ കണ്ടില്ലേ, ആ ക്ലാസിക്കിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള POP സീലിംഗ് കാണാം. അതിലെ പെയിൻറ്റ് ഡിസൈൻസ് കാണാം. ഈ ഫർണിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം റിച്ച് കിട്ടുന്ന രീതിയിൽ, ആ റിച്ച് ഫീൽ വരുന്ന രീതിയിലുള്ള ഫർണിച്ചേഴ്സാണ്. ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ വീടുകളിൽ മാക്സിമം ക്ലാസിക് ലക്ഷറി ഒക്കെ വേണ്ടവർക്ക് ഈ ഒരു ഓപ്ഷൻ, ഇമ്പോർട്ടിങ് ഐഡിയ ഉപയോഗിക്കാം. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. വാർഡ്രോബ് ഉണ്ടല്ലേ, അതിലേക്ക് മാച്ച് ചെയ്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ വരുന്ന ഏരിയകളിലൊക്കെ ഫെർണിയുടെ ടീം തന്നെയാണ് ഇതുപോലുള്ള വാർഡ്രോബ്സ്, അതുപോലെ എക്സ്ട്രാ ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. മാക്സിമം ഒരു റൂമിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഡ്രസ്സിങ് മിററും അതുപോലെ ഒരു യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ എല്ലാ ഏരിയകളിലും ബാത്റൂമിനെ ഒരു പ്രീമിയം ലുക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് തീമിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, മിറർ ആണെങ്കിലും അതുപോലെ കൗണ്ടർ ആണെങ്കിലും അതുപോലെ വാൾ പാനലിംഗ് എല്ലാം ബ്ലാക്ക് കളറിലേക്ക് തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എക്സ്ട്രാ വരുന്ന പൈപ്പ് ഫിറ്റിങ്സും എല്ലാം ഇതുപോലെ തന്നെ ബ്ലാക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ അടുത്ത റൂമിലേക്ക് പോയാലോ. ഒരു ലക്ഷറി പ്രീമിയം ഗേൾസ് റൂം കണ്ടാലോ. എൻ്റർ ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റെ വിശാലത, അതിൻ്റെ കളർ സ്കീം, അതിൻ്റെ ഒരു പ്രീമിയം ആ ഒരു ലുക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ് കോട്ട് ഇതാ ഈ ഒരു ഹൈറ്റിൽ ലക്ഷറി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഗോൾഡും അതുപോലെ ഓക്വുഡും ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നല്ലൊരു കളർ സ്കീമാണ്. പിങ്കിൻ്റെ ഒരു ഡസ്റ്റി പിങ്ക് കളർ സ്കീമാണ്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വാർഡ്രോബ്, മാക്സിമം ലക്ഷറി എന്ന് പറയാം. ആ ഒരു ലുക്കിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സൈഡ് ടേബിളുകളും മിററുകളും എക്സ്ട്രാ ഡ്രസ്സിങ് ഏരിയ നമുക്ക് കാണാൻ പറ്റും.
എല്ലാം ഇമ്പോർട്ടഡ് ഫർണിച്ചറുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റായിട്ട് ഇതുപോലെ ഇമ്പോർട്ടഡ് ഫർണിച്ചറുകൾ ചെയ്തു തരുന്ന ഒരു ടീമും കൂടിയാണ് മോട്ടിഫ് ആർക്കിടെക്ട്സ്. അവർ തന്നെയാണ് ഈ വീട് ഇത്രയും ഭംഗിയാക്കിയിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ, അതുപോലെ സീലിംഗിലേക്ക് അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ലൈറ്റുകൾ, പെയിൻറ് ഡിസൈൻ, ആക്സസറീസ് എല്ലാം അടിപൊളി തന്നെയല്ലേ. ഈ റൂമിലെ വെറൈറ്റി ബാത്റൂം കണ്ടാലോ? വെറൈറ്റി ബാത്റൂം എന്ന് പറഞ്ഞാൽ നല്ലൊരു ജാക്കുസിയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യം തന്നെ എൻ്റർ ചെയ്യുമ്പോൾ ഇത് പറയാൻ കാരണം ഈ ഒരു വാളിൽ കൊടുത്തിരിക്കുന്ന മെറ്റൽ ഡിസൈൻ കണ്ടില്ലേ, എല്ലാം ഗോൾഡൻ PVD കോട്ടിങ്ങിൽ വന്നിരിക്കുകയാണ്. ഇമ്പോർട്ടഡ് മെറ്റീരിയൽ യൂസ് ചെയ്താണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഷവറും ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ജാക്കുസി അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓരോ എലമെൻസും ഇത് നേരെ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ ലൈറ്റ് കൊടുത്തു. ഇതിലേക്ക് വരുന്ന ഓരോ എലമെൻസും ഇതേ ഗോൾഡ് ടച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേഷൻ ചെയ്യാൻ അടിപൊളിയായിട്ടുള്ള സ്ലൈഡിങ് ഗ്ലാസ് ഡോർ ആണ്. ഇതിന് ഗോൾഡൻ ഫ്രെയിം കൊടുത്തു. അതുപോലെ ഈ ഭാഗത്ത് വരുന്ന മൊത്തം വോളിൽ ഗോൾഡൻ വോളാക്കി. ഈ ഒരു ഭാഗത്ത് നല്ല വാഷ് ബേസിൻ സെറ്റ് ചെയ്തു. ഗോൾഡൻ ആക്സസറീസ് കൊടുത്തു. ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്യുന്ന ക്ലോസറ്റുകൾ കൊടുത്തു. നമ്മൾ ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ അത് വർക്ക് ചെയ്യുമെന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ക്ലാസിക് ഡിസൈനിൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള റൂമുകൾ ഉണ്ടോ എന്നാണ്. ഈ റൂം കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് ആണെങ്കിലും ഡ്രസ്സിങ് ഏരിയ ആണെങ്കിലും അല്ലെങ്കിൽ എക്സ്ട്രാ വരുന്ന ഈ ഒരു ബെഡ് കോട്ട് ഡിസൈൻ ആണെങ്കിലും കർട്ടൻ ആണെങ്കിലും സീലിംഗ് ആണെങ്കിലും ഇനി പോട്ടെ വരുന്ന അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുട്ടികളുടെ ബെഡ്റൂം എങ്ങനെ ഭംഗിയായിട്ട് ഇമ്പോർട്ടഡ് ഫർണിച്ചർ ചെയ്യാമെന്നാണ് കാണുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു ഇമ്പോർട്ടഡ് ഫർണിച്ചർ അല്ലെങ്കിൽ ഒരു ബെഡ് കോട്ട് ഇവിടെ കൊടുത്തു. സീലിങ്ങിൽ ഒരു കളർ തീം കൊടുത്തു. അതുപോലെ എക്സ്ട്രാ ഷെൽഫുകൾ കൊടുത്തു. അങ്ങനെയാണ് ഈ ഒരു കിഡ്സ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം ബ്ലാക്ക് തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ മൊത്തം 7 ബെഡ്റൂമുകളാണുള്ളത്. ഈ ഫസ്റ്റ് ഫ്ലോറിലെ 5 ബെഡ്റൂമിൽ റിച്ച് ഫീൽ എനിക്കൊന്നും കൂടെ തോന്നിയിട്ടുള്ള ഈ ഒരു റൂമാണ്. പലപ്പോഴും ബ്ലാക്ക് ഫർണിച്ചറുകൾ ആരും അങ്ങ് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും, ഓ ബ്ലാക്കിലും ക്ലാസിക് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിൻ്റെ സീലിങ്ങിലേക്കാണെങ്കിലും ഈ ഒരു ഡിസൈനിങ്ങിലേക്കാണെങ്കിലും എല്ലാം മാച്ച് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ കൊടുത്തിരിക്കുന്ന ഫർണിച്ചറുകൾ കാണുമ്പോൾ തന്നെ പലപ്പോഴും ആളുകൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണ്. ചൈന ആണെങ്കിലും ഇറ്റലി ആണ്, യൂറോപ്യൻ കൺട്രീസിൽ നിന്നാണെങ്കിലും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് ഫേർണിച്ചേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു ടോയ്ലറ്റും കൂടെ ജസ്റ്റ് ഒന്ന് കാണാം. ടോയ്ലറ്റ് ഒരു ഗോൾഡൻ കളറിൽ തന്നെയാണ് റിച്ച് ഫീൽ കിട്ടാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഇരിക്കുന്ന ആക്സസറീസ് എല്ലാം അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. സ്വിച്ചുകളാണെങ്കിലും എക്സ്ട്രാ വരുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിലെല്ലാം ഓട്ടോമേഷനും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. ഇതെല്ലാം ഇമ്പോർട്ടഡ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഇഡൻ ഏരിയ ആണ് ഈ കാണുന്നത്. നമുക്കൊരു ഔട്ട്ഡോർ സിറ്റിംഗ് ഒക്കെ എന്ന് പറയില്ലേ, ആ രീതിയിൽ സെറ്റ് ചെയ്ത ഒരു ഏരിയ ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള സിറ്റിംഗ് കൊടുത്തു. ഫൗണ്ടെയിൻ കൊടുത്തു. ഇതാ ഈ ഭാഗത്ത് വാഷിംഗ് ഏരിയ കൊടുത്തു. അതുപോലെ ജിം ഏരിയ ഔട്ട്സൈഡിൽ വരുന്ന ഒരു പോർഷൻ ഇങ്ങോട്ടാട്ടോ വരുന്നത്. ഈ റൂമുകളൊന്നും കൂടാതെ ഒരു ഹിഡൻ റൂം ഇതിൻ്റെ ടോപ്പിൽ, റൂഫ് ടോപ്പിലുണ്ട്. നമുക്ക് അവിടുന്ന് നല്ല കാഴ്ചകളുണ്ട്. ആ റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശാലമായ ഗസ്റ്റ് റൂമാണ്. ഗസ്റ്റുകൾക്ക് വന്നു കഴിഞ്ഞാൽ പുറമേയുള്ള നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഈ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയറും വീടൊക്കെ കാണിക്കുമ്പോൾ അതിന് പിന്നിലുള്ള ആൾക്കാരെ കാണിക്കണ്ടേ? നമ്മളെ കൂടെ എഞ്ചിനീയർ അൻസാറുള്ളത്. നമസ്കാരം. ഒരുപാട് ആൾക്കാർ അന്വേഷിക്കാറുണ്ട്, അടിപൊളി ഇൻറ്റീരിയർ വേണോ, അത് വെറൈറ്റി ആയിട്ട് വേണോ, അല്ലെങ്കിൽ ലക്ഷറി ലുക്ക് വേണം എന്നൊക്കെ. അതെല്ലാം ഒത്തിണങ്ങിയ ഒരു വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഹൗസ് ഓണേഴ്സ് കൂടെ ഉണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു വീട്ടിൽ സ്പെഷ്യലായിട്ട് ചെയ്തത്? സ്പെഷ്യലായിട്ട് ചെയ്ത് നമ്മൾ സ്റ്റെയർ കേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷാൻഡിലിയേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫർണിച്ചേഴ്സൊക്കെ ഫുള്ള് ഇമ്പോർട്ടഡ് ആണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മളെ കിച്ചണിൽ വരുന്ന കുറച്ച് ആക്സറീസുകൾ നമ്മൾ ഫുള്ള് അവിടെ നിന്ന് ഇമ്പോർട്ടഡാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ കംപ്ലീറ്റ് നമ്മൾ ഫുള്ള് ഏകദേശം ഫർണിച്ചേഴ്സ്, സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽ, അതുപോലെ കിച്ചൺ ആക്സറീസുകൾ ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ്. എത്ര സമയം എടുത്തു ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത്? നമുക്കൊരു 2 years 2 വർഷം എടുത്തു. 2 വർഷം കംപ്ലീറ്റ് ആയി. 2 വർഷത്തിൽ നമ്മളൊരു അടിപൊളിയായി ഇപ്പൊ മാറി അല്ലേ? ഇപ്പൊ ഈ വീട് ഇവിടെ നിൽക്കുമ്പോ നമ്മളെ എഞ്ചിനീയർ മുന്നിൽ നിർത്തി ക്ലയന്റ് ഇവിടെ ഉണ്ട്. ക്ലയന്റിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. അതെ, ഇത് നമ്മളെ എന്താ ഗഫൂർ സാറാണ് വരുന്നത്. ഗഫൂർ സാർ മോനാണ് അത് ചെയ്തിട്ട് വരുന്നത്. എല്ലാരും ഉണ്ടല്ലേ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. വീടൊക്കെ അടിപൊളിയായി കണ്ടു. അടിപൊളി ഒന്നും പറയാല്ല. ലക്ഷറി നമ്മൾ ആ പറയണമെങ്കിൽ ആ ഒരു ലെവലിലേക്ക് വരണം. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ അധികം കാണാനില്ല. നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്നു. ഇപ്പോൾ ഇത് ഇങ്ങനെ ആയി വരും എന്നുള്ള ഒരു ഉദാഹരണം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഫസ്റ്റ് ഇല്ല. ഒരു ബിഫോർ 2 years നമ്മൾ മോട്ടിഫ് അൻസാർ സാറിനെ ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായും ഇതുപോലൊരു മെയിൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ മെയിൻ്റിലെ കണക്കൂട്ടലുണ്ടാവുമല്ലോ, അതെല്ലാം അവരോട് ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷെ ഒരിക്കലും ഇതുപോലെ ആയി വരുന്നൊരു ഫസ്റ്റ് ഒരു പ്രതീക്ഷകളുണ്ടായിരുന്നില്ല. അവർ
ഇന്ത്യയിൽ ഡിസൈനുകൾ തന്നിരുന്നു. പക്ഷെ അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായി ചൈന ഒരു മോഡൽ ഗോൾഡൻ ലുക്കിലൊക്കെ വരുത്തണം എന്നുള്ളൊരു പറഞ്ഞു പോയി. പക്ഷെ ഇത് യാദൃശ്ചികമായിട്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അവരൊരു ഡെവലപ്മെൻറ്റ് ഓരോ ഘട്ടങ്ങളായിട്ടും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു, അതുപോലെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. പക്ഷെ അത് ലാസ്റ്റ് ഘട്ടത്തിലായപ്പോഴാണ് നമ്മൾക്കൊരു ഫസ്റ്റിൽ ഒരു ബിഫോർ 2 ഇയർ ആയി ഇത് തുടങ്ങിയിട്ടില്ല. അന്ന് ഏൽപ്പിക്കുമ്പോൾ ഒരിക്കലും ഇതുപോലെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ഞാൻ അവർക്ക് എത്രയോ താങ്ക്സ് പറയണം. കാരണം നമ്മൾ ഉദ്ദേശിച്ചിലേറെ അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് ഒരുപാട് ഫർണിച്ചറുകൾ ഇമ്പോർട്ട് ചെയ്തു, അതുപോലെ പല സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്യുക നമ്മളെ നാട്ടിൽ തന്നെ ഒരുപാട് ടീമുണ്ട്, പിന്നെ എന്തുകൊണ്ട് ഇമ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു ഐഡിയക്ക് നിങ്ങൾ പോയി? ഇമ്പോർട്ട് ചെയ്യാൻ ഞാൻ ആൾറെഡി സൗദിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടേക്ക് സൗദി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ നമുക്ക് വെറൈറ്റി ലുക്കുകൾ ഉണ്ടാവും ഏരിയകൾ ചെല്ലുമ്പോൾ. പിന്നെ മൂപ്പര് സജഷൻ തന്നു നമുക്ക് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. സ്റ്റോൺ അടക്കം പറഞ്ഞിരുന്നു ചെയ്യാറുന്നില്ല. പിന്നെ സ്റ്റോൺ നമ്മൾ ആൾറെഡി ബാംഗ്ലൂർ ഇവിടെ രാജസ്ഥാനിൽ പോയി സെലക്ട് ചെയ്തു. മറ്റേത് ഞാൻ പോയി ആദ്യം, പിന്നെ മൂപ്പര് ഇവിടെ പോയി എല്ലാം ക്ലിയറായി ഫിനിഷിങ് ഐറ്റംസ് ചെയ്ത്. അല്ല, വർക്ക് ഇപ്പോൾ മുഴുവൻ കണ്ടു ഞാൻ. ഇതിന്റെ വർക്കിന്റെ ഫിനിഷ് കാര്യങ്ങൾ എങ്ങനെ ഉണ്ട്? ആളെ മുന്നിൽ നിർത്തി തന്നെ ചോദിക്കാമല്ലോ. അല്ലാതെ ഞാൻ പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം അതുള്ള നമുക്ക് കൂടുതൽ പറയാൻ പറ്റും. അപ്പോൾ 100% എന്ന് പറഞ്ഞാൽ തികയില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അതിൻ്റെ അപ്പുറമായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ കിച്ചണിലാണെങ്കിൽ ഈ ഒരു ഡിസൈൻ പാറ്റേൺ അല്ല, ഒരു മോഡേൺ സ്റ്റൈലിലേക്കാണ് വന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ മോഡേൺ സ്റ്റൈൽ വേണം. അപ്പോൾ ആ ഒരു ഐഡിയകളൊക്കെ അവരുടെ ഒരു സജഷൻ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും ക്രെഡിറ്റ് ആണ് മൂപ്പർക്ക് കൊടുക്കുക അല്ലേ? മകൻ ഇവിടെ ഉണ്ട്. മകന് ഇപ്പോൾ ക്ലാസിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാർ ആ ഒരു പ്രീമിയം ലുക്ക് ഇഷ്ടപ്പെടുക. മക്കളൊക്കെ മോഡേൺ ആണല്ലോ, ജെൻസിയൊക്കെ ടീമുകളാണ്. മോഡേൺ എങ്ങനെയുണ്ട് ഈ ഒരു ക്ലാസിക് ടീം ചെയ്ത് കഴിഞ്ഞപ്പോൾ? ഞാൻ ഈ വീട് വർക്ക് നടക്കുമ്പോൾ പകുതിയും പുറത്തായിരുന്നു. ഫസ്റ്റ് തുടക്കത്തിലും പിന്നെ ലാസ്റ്റ് ടൈമിലാണ് വന്നപ്പോൾ പിന്നെ ആകെ ചേഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഫുൾ ഒരു അറബിക് ടച്ച് ആയതുകൊണ്ട് ആ ഒരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ ആകെ മാറി അല്ലേ? സ്റ്റാർട്ടിങ് കണ്ടതും ഇപ്പോഴത്തെ ഒരു അവസ്ഥ മാറി അല്ലേ? ആകെ മാറി. ഹാപ്പിയാണ്. ഏതൊരു ഏരിയയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അതും കൂടെ ചോദിക്കാം. ഫുൾ അങ്ങനെയൊന്നുമില്ല, എല്ലാതും ഇഷ്ടപ്പെട്ടു. ഈ ഫർണിച്ചേഴ്സും കാര്യങ്ങളും ബെഡ്റൂംസ് ഒക്കെ ഫുള്ള് അറബിക് ടച്ചാണ്. നമ്മളത് അറബിക് ടച്ചാണ്. ഇപ്പോൾ ഈ ഒരു വീട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുമ്പോൾ മൊത്തം നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ല, കൂടെയുള്ള ആളാണ് ഇത് മാനേജ് ചെയ്ത് പോയത് അല്ലേ? ഇത് മുമ്പ് ഒരു ആൾറെഡി ഉള്ള ഒരു 10 വർഷം മുമ്പുള്ള ഒരു വീടായിരുന്നു തോന്നുന്നു. പഴയ വീടായിരുന്നു. അത് പൊളിച്ച് പണിയാന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ചലഞ്ചാ, എല്ലാവരും ഏറ്റെടുക്കൂല. ഇല്ല അത് നല്ല അത് വളരെ തുടക്കത്തില് വളരെ പ്രയാസപ്പെട്ട രീതിയിലായിരുന്നു. പഴയ വീടാണല്ലോ, പൊളിച്ചിട്ട് ഇതുപോലെ ആക്കാനുള്ള പ്രയാസങ്ങൾ കുറേ ഉണ്ടായിരുന്നു. എഞ്ചിനീയർ വളരെ ധൈര്യം തന്നിരുന്നു. ഞങ്ങൾ തന്നെ ഒരു ഭാഗം പൊളിക്കുമ്പോൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ഇതൊന്നും ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ നമ്മൾ ഏറ്റു പറഞ്ഞിട്ട് ഇത് ഇവിടെ തന്നെ അതിൻ്റെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇത് നീളം കൂട്ടിയപ്പോഴൊക്കെ നല്ല പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ, നല്ല പോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ബാക്ക് 2 റൂമിന്റെ തുടക്കം ഉണ്ടായത്. പിന്നെ വേറെ ലെവലിലേക്കാണ് ഇത് മാറിയത് വീട്. ഇതിന്റെ തുടക്കം മുതൽ ഇതുവരെയും നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ വർക്കും കുറേ ആളുകളെ പണിയും കാര്യങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ വന്നിട്ടുണ്ട്. എഞ്ചിനീയർ എപ്പോഴും വന്നിട്ട് ഇത് കൈകാര്യം ചെയ്ത് തന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാ പ്രാവശ്യവും എഞ്ചിനീയർക്ക് ഇത് സംശയങ്ങൾ ചോദിച്ചിട്ടും, പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ എപ്പോഴും അതൊക്കെ ചർച്ച ചെയ്തിട്ടൊക്കെയാണ് ഇതിന്റെ വർക്കൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. എപ്പോഴും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എഞ്ചിനീയർ നമുക്ക് വേറെ ആൾ ചോദിക്കുകയാണെങ്കിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും? 100% തീർച്ചയായിട്ടും. എല്ലാവരും ഹാപ്പിയാണ്? അപ്പോൾ എല്ലാവരും ഹാപ്പി. ഇതുപോലെ ഗ്രാൻഡ് ആയിട്ടുള്ള എൻട്രൻസോട് കൂടിയ ഈ ഒരു വീട് വെറൈറ്റി തന്നെയല്ലേ? ഇത് കാണിക്കുമ്പോൾ പലരും ചോദിക്കും എക്സ്റ്റീരിയർ കാണിച്ചില്ലല്ലോ എന്ന്. നമ്മളിതാ പുറത്തേക്ക് വരികയാണ്. വലിയൊരു കാർ പോർച്ച് ഇവിടെ കാണുന്നില്ലേ? ഈ ഒരു വീട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റിനോവേറ്റ് ചെയ്തെടുത്തതാണല്ലോ. അപ്പോൾ മേലേക്കുള്ള പോർഷനാണ് പുതുതായിട്ട് എടുത്തൊരു ഭാഗം. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് മേലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഡിസൈനെല്ലാം ഇതിനകത്ത് പുതിയൊരു ഡിസൈനായിട്ട് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഒരു റിനോവേറ്റ് ചെയ്ത് ഒരു അറബിക് സ്റ്റൈലിലേക്ക് ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ട് കുറേ ഭാഗങ്ങൾ. അതുപോലെ ഈ ഒരു ഭാഗത്ത് വാട്ടർ ഫൗണ്ടെയിനുകളുണ്ട്, അതുപോലെ മെയിൻ ഗേറ്റ് വരുന്നുണ്ട്. ഈ ഒരു സൈഡിൽ ഒരു ഗസേബോ, അതുപോലെ കാർ പോർച്ച് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ 2 വീടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സിൻ്റെ വീടുകൾ തന്നെയാണ്, ഫാമിലി ഏരിയ ആണ് മൊത്തം. ഇനി ബാക്കിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വിശാലമായ ലാൻഡ്സ്കേപ്പ് ഏരിയ ഉണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുക, നല്ലൊരു പൂള് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കാഴ്ചകളെല്ലാം.
വീട് പണിയുമ്പോൾ നമുക്കറിയാം നമുക്ക് ആ ഏരിയ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 10-15 വർഷമൊക്കെ ആകുമ്പോൾ പല വീടുകളും റിനോവേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പലരും അത് മൊത്തമായിട്ട് പൊളിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കാറുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് മോട്ടിഫ് ആർക്കിടെക്ട്സ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ഒരുപാട് വീഡിയോ നമ്മുടെ പേജിലും ചാനലുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇവരുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ വീഡിയോ ആയിട്ട് വരാം. ബൈ.